പ്രതി ആര്? കുമാരൻ ആരാണ്? പിണറായി വിജയൻ്റെ സഹോദരനാണ്. എന്നെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് പച്ച തെറി വിളിച്ചുകൊണ്ടൊക്കെ വന്ന പോഡ്കാസ്റ്റുകളും മറ്റൊക്കെ കുറേ ഉണ്ട്. അതിനകത്തൊക്കെ അവർ പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ, പിണറായി പാറപ്പുറത്തെ പള്ളി പൊളിക്കണത് കമ്മീഷൻ പറയണത് രാത്രി പൊളിച്ചു, അപ്പോൾ ഈ കൂട്ടാക്രമണം ആയതുകൊണ്ട് പരിക്ക് പറ്റരുതെന്ന് കരുതി പിറ്റേ ദിവസം പോയിട്ടാണ് സുഖമായിട്ട് പള്ളി പൊളിച്ചു മാറ്റുന്നത്. അതിലൊന്നും അഭിപ്രായ വ്യത്യാസം ആർക്കില്ല. ജനസംഘമാണ് എന്ന് പറഞ്ഞു എന്നാണ് കമ്മീഷൻ. പക്ഷേ അതിലെ പ്രതി കുമാരനാണ്. അല്ലാരാ? അത് പറഞ്ഞു തന്നാൽ മതി. എൻ്റെ ചോദ്യം അതിനിങ്ങനെ CPM അല്ല ജനസംഘാണെന്നല്ല എൻ്റെ ചോദ്യം. ഞാൻ ആരാണെന്ന് പറഞ്ഞിട്ടില്ല. പ്രതി ആര്? കുമാരൻ ആരാണ്? പിണറായി വിജയൻ്റെ സഹോദരനാണ്. എനിക്കെതിരെ കേസ് കൊടുക്കുമെന്ന് MB ഗോവിന്ദൻ മാഷ് പറഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. എന്താ കേസ് കൊടുക്കാത്തത്? രണ്ടാമത്, മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മറ്റേ കള്ളുഷാപ്പിൽ നിന്ന് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. തലശ്ശേരിയിൽ മൂക്ക് കീഴ്പ്പെട്ടുള്ളവർക്ക് മുഴുവൻ അറിയാം. ചരിത്രത്തെ നുണ പറഞ്ഞിട്ട് ഒരു പിന്നെ എന്താണ് പറയുക, ഒരു പോസ്റ്റ് ട്രൂത്ത് കാലത്ത് ഇങ്ങനെ പറഞ്ഞ് നമുക്ക് മാറ്റാം. എൻ്റെ ചോദ്യം ഇതാണ്, അയാൾ കള്ളുഷാപ്പിൽ നിന്ന് എത്രയോ കിലോമീറ്ററിന് അപ്പുറത്തുള്ള കള്ളുഷാപ്പിൽ നിന്ന് മരിച്ച ഒരാൾ, ഇതുമായൊരു ബന്ധമുള്ളൊരു കലാപം ആ റിപ്പോർട്ടിൽ നിങ്ങളീ പറയുന്ന കമ്മീഷൻ റിപ്പോർട്ടിനകത്ത്, വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് ഒരിടത്ത് പോലും പരാമർശമില്ല. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാത്തത്? പക്ഷേ വിധേയത്തിൽ കമ്മീഷനെതിരെ ഇയാൾ കള്ളുഷാപ്പിൽ നിന്നാണ് മരിച്ചത് എന്ന PT തോമസിൻ്റെ പ്രസംഗം നിയമസഭാ രേഖയാണ്. പിന്നെ ഞാനിത് വെറുതെ പറയണത്, ഞാനൊരു അതിനെക്കുറിച്ച് പഠിക്കുന്ന എൻ്റെ ഒബ്സർവേഷനാണ്. ഞാൻ പറഞ്ഞല്ലോ പിന്നെ കുഞ്ഞനന്തന് പിന്നെ മരിച്ചതിനെക്കുറിച്ച് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ, എന്താ കൊടുക്കാത്തത്? നിങ്ങൾ പിന്നെ ഇപ്പോഴും ഞാൻ പറയണത് കണ്ണൂരിലെ CPM, ഞാൻ മൊത്തത്തിലൊന്നും അതിനെക്കുറിച്ച് പറയണില്ല. പിന്നെ തോമസ് ഐസക്കിനെ പോലെയൊക്കെയുള്ള, അജി സുധാകരനെ പോലെയൊക്കെയുള്ള കമ്മ്യൂണിസ്റ്റുകൾ നമുക്കറിയാം. അവരുടെ ആ കമ്മ്യൂണിസം അല്ല കണ്ണൂരിലേത്. സഖാവ് പിണറായി വിജയൻ വന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളും നിങ്ങൾ വിചാരിക്കുന്ന അത്ര സുന്ദരമായ രാഷ്ട്രീയ സാഹചര്യമൊന്നും അല്ല. അദ്ദേഹത്തിൻ്റെ പിന്നെ വൈരനിര്യാതനമായ ബുദ്ധി VS അച്യുതാനന്ദൻ ജീവിച്ചിരിക്കുമെങ്കിൽ അദ്ദേഹം പലതവണ പറയുകയും നമ്മളൊക്കെ കാണുകയും ചെയ്തതാണ്. അതുകൊണ്ട് അതത്ര ഈസി ആയിട്ടുള്ള മറ്റ് രാഷ്ട്രീയത്തെ പോലെ ലഘൂകരിക്കൊന്നും വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, കുഞ്ഞനന്തൻ്റെ മകൾ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ, എന്തേ കേസ് കൊടുക്കാത്തത്? കേസ് കൊടുത്താൽ പോരെ? എൻ്റെ ആരോപണം വളരെ മോശമാണെന്ന് പറഞ്ഞാൽ എന്നെ തെറി പറയാം, ആക്ഷേപിക്കാം. നിങ്ങളുടെ മീഡിയ വണ്ണിൻ്റെ ചാനലടുത്ത് വരുന്ന കമൻറ്റുകൾ താഴേക്ക് നോക്കുകൾ, അതേ കമൻറ്റ് തന്നെ റിപ്പോർട്ടറിലും വരും, അതന്നെ ഏഷ്യാനെറ്റിൽ വരും, അതന്നെ ഈ കൂലിത്തല്ലുകാരായ ആളുകൾ ചീത്ത വിളിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞ പോയിൻറ്റിന് എന്നെ കൊടുക്കാലോ, കേസ് കൊടുക്കാലോ. എന്താ കൊടുക്കാത്തത്?